ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നവംബർ 27 ബുധനാഴ്ച. നിഫ്റ്റി ഇന്ന് 24,274 എന്ന നിലയിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിട്ടുള്ളത്. മാർക്കറ്റ് സെല്ലോൺ റാലിയിൽ നിന്ന് ബൈ ഓൺ ഡിപ്പായിട്ട് ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. സൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്തത് 225 രൂപയ്ക്ക് അടുത്ത് ഡിസ്കസ് ചെയ്ത സ്റ്റോക്കായിരുന്നു മറീൻ ഇലക്ട്രിക്കൽസ്. വെറും 3 ദിവസത്തിനുള്ളിൽ 12% റാലി ചെയ്ത് 253 രൂപയിൽ ഇന്നും അപ്പർ സർക്യൂട്ടിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഇതിലുള്ളൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് മറ്റുമായി 13 കോടിയുടെ ഓർഡറും ഈ ആഴ്ച ലഭിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്ക് സെലക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അത് മാത്രമല്ല, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ ബുധനാഴ്ച 509 രൂപയിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കായിരുന്നു സാന്താ ടെക്നോളജീസ് എന്ന സ്റ്റോക്ക്. 530 രൂപ വരെ ഉയർന്നതിന് ശേഷം ഇന്ന് 518 ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് 121 രൂപയ്ക്ക് അടുത്ത് പറഞ്ഞ സ്റ്റോക്കായിരുന്നു ലെമൺ ട്രീ ഹോട്ടൽസ്. ഇന്ന് 131 രൂപയിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 രൂപയുടെ അല്ലെങ്കിൽ 8% റാലിയാണ് വെറും 7 ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ നിന്ന് ഈ സ്റ്റോക്കിൽ നമുക്ക് ലഭിച്ചത്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലുള്ള ചില അപ്ഡേറ്റുകളും വാർത്തകളും മറ്റും നോക്കിക്കാണാം. ആദ്യത്തെ അപ്ഡേറ്റ് ത്രിവേണി ടർബൈൻസ് എന്ന സ്റ്റോക്കിലാണ്. ഈ സ്റ്റോക്ക് വെറും കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ 28% റാലിയാണ് രേഖപ്പെടുത്തിയത്. ജിയോജെറ്റ് സെക്യൂരിറ്റീസ്, ഷെയർഖാൻ, മോത്തിലാൽ ഓസ്വാൽ, പ്രഭുദാസ് ലീലാധർ പോലെയുള്ള ബ്രോക്കിംഗ് ഹൗസുകൾ ഈ സ്റ്റോക്കിൽ ബൈങ് റെക്കമെൻഡേഷനും ഈ മാസം നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ജനുവരി 14 യൂട്യൂബിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. 400 രൂപയിൽ അടുത്തിരിക്കുമ്പോഴാണ് ഈ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 400 രൂപയിൽ 50% ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നതായിരിക്കും. അതിനുശേഷം 350 രൂപയിൽ 50% റിമൈനിങ് 50% ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നതായിരിക്കും എന്ന് പറയുകയുണ്ടായി. ഏകദേശം 375 രൂപയാണ് ആവറേജ് ബൈങ് പ്രൈസ്. ഈ സ്റ്റോക്ക് 10 മാസങ്ങൾക്കുള്ളിൽ 120% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതും ഒരു വീക്ക് മാർക്കറ്റിൽ. അന്ന് ചെയ്ത വീഡിയോയുടെ ചെറിയ സൗണ്ട് ക്ലിപ്പ് നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കമ്പനി ഒരു സ്റ്റീം ടർബൈൻ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ പേരാണ് ത്രിവേണി ടർബൈൻ. അപ്പൊ ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 403 എന്ന നിലയിലാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ആരോ ഗ്രീൻ ടെക് എന്ന സ്റ്റോക്കാണ്. 830 രൂപയ്ക്ക് അടുത്ത് പറഞ്ഞ സ്റ്റോക്ക് 2 ആഴ്ച മുമ്പ് ഏകദേശം 1100 രൂപ വരെ റാലി ചെയ്തിരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ബാഡ് ന്യൂസ് വന്നിട്ടുള്ളത്, പ്രൊമോട്ടർ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 2,91,000 ഷെയറാണ് പ്രൊമോട്ടർ വിറ്റഴിച്ചത്. അപ്പോൾ ഈ ന്യൂസിന്റെ കാരണത്താലായിരിക്കാം സ്റ്റോക്ക് വീണ്ടും ഇടിഞ്ഞ് 850 ലെവലിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ വാങ്ങിച്ചത് 830 ഇപ്പോഴും 20 രൂപ മുകളിലാണ്. 1.5 മാസം മുമ്പ്, അതായത് ഒക്ടോബർ 6 280 രൂപയ്ക്ക് അടുത്ത് പറഞ്ഞ സ്റ്റോക്കായിരുന്നു തിലക് നഗർ ഇൻഡസ്ട്രീസ്. ഇന്ന് 428 ഹൈ കാണിക്കുകയുണ്ടായി. 1.5 മാസത്തിനുള്ളിൽ 50% റാലിയാണ് ഈ സ്റ്റോക്ക് നൽകിയത്. അടുത്ത ന്യൂസ് അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിലാണ്. ഇവർക്ക് BPCL, ഇന്ത്യൻ ഓയിൽ എന്നീ കമ്പനികളിൽ നിന്ന് 76.5 കോടിയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കമ്പനിയുടെ മാനേജ്മെന്റ് വോളിയം ഗ്രോത്ത് 47% വോളിയം ഗ്രോത്ത് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അവരുടെ ഇൻവെസ്റ്റർ പ്രസന്റേഷനിൽ പറയുകയുണ്ടായി. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു ബൈങ് ഓർ സെല്ലിംഗ് റെക്കമെൻഡേഷൻ അല്ല. സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത ചില സ്റ്റോക്കുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത സ്റ്റോക്കിന്റെ പേരാണ് സുബ്രോസ് ലിമിറ്റഡ്. കറന്റ് പ്രൈസ് 628 രൂപ. മുമ്പൊരിക്കൽ 645 ആവറേജ് ബൈങ് പ്രൈസിൽ ഈ സ്റ്റോക്ക് നാം ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം 827 ഹൈ കാണിക്കുകയുണ്ടായി. അതിനുശേഷം സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് 628 ഇപ്പോൾ എത്തി നിൽക്കുന്നു. സുബ്രോസ് പാസഞ്ചർ വെഹിക്കിളിന് വേണ്ടിയും കമേഴ്ഷ്യൽ വെഹിക്കിൾസിന് വേണ്ടിയും എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 3070 കോടി ടേൺ ഓവർ ഉള്ള ഈ കമ്പനി 150 കോടി ചിലവിൽ ഒരു ഗ്രീൻഫീൽഡ് പ്ലാന്റ് 2026 തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ പ്ലാന്റ് കേട്ടോ. സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ 70 കോടിയിൽ നിന്ന് 76 കോടിയായിട്ട് ചെറിയ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല നെറ്റ് പ്രോഫിറ്റ് 27 കോടിയിൽ നിന്ന് 36 കോടിയായിട്ട്
വർദ്ധിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4111 കോടി, PE 31.9, സെക്ടർ PE 30, ROCE 16.3, ROE 10.6. EPS നോക്കുകയാണെങ്കിൽ 15, ഡെറ്റ് 16 കോടി, പ്രൊമോട്ടർ പ്ലെഡ്ജിംഗ് ഇല്ല, 52 വീക്ക് ഹൈ 827, 52 വീക്ക് ലോ 420. ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? പഠിച്ചതിന് ശേഷം, നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം കമന്റ് സെക്ഷനിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇന്നത്തേക്ക് എത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക. ഏറ്റ ആയതിൽ ക്ഷമ ചോദിക്കുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.